ബി 10.0 ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ സെക്ഷൻ 04 എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യുകയാണ്. സോ ഇന്നത്തെ നമ്മുടെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ സിലബസ് ഡീകോഡിംഗ് ആണ്. നമ്മൾ ഇന്ന് ബി എ എക്കണോമിക്സിന്റെ, അതായത് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കോഴ്സ് എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു ബി എ എക്കണോമിക്സിൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, എന്തൊക്കെ സപ്പോർട്ട് നിങ്ങൾക്ക് ലാംഗ്വേജിൽ നിന്ന് കിട്ടുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സെക്ഷനാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പലർക്കും ഒത്തിരി സംശയങ്ങൾ ഉണ്ടായിരിക്കും. എങ്ങനെ സെക്ഷൻ, എങ്ങനെ നിങ്ങൾക്ക് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, എങ്ങനെ അത് പഠിച്ചു പോകണം, അങ്ങനെ ഒത്തിരി സംശയങ്ങൾ ഉണ്ടായിരിക്കും. സോ ഇന്നത്തെ സെക്ഷനിൽ നമുക്ക് എല്ലാം വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്ക് പോവാം. സോ വൺസ് അഗൈൻ നിങ്ങൾ എല്ലാവരെയും ഞാൻ ഇന്നത്തെ സെക്ഷനിലോട്ട് വെൽക്കം ചെയ്യുവാണ്. എന്റെ പേര് തഹസീൻ, ഞാൻ എക്കണോമിക്സിന്റെ മെന്റർ ആണ്. സോ ഇന്നത്തെ സെക്ഷനിൽ നമ്മുടെ കൂടെ MSW ഡിപ്പാർട്ട്മെന്റിന്റെ മെന്റർ ആയിട്ടുള്ള ഫാത്തിമ മാം ഉണ്ട്. അതുപോലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ മെന്റർ ആയിട്ടുള്ള അനുശ്രീ മാം നമ്മുടെ കൂടെ ഉണ്ട്. സോ ഇന്നത്തെ സെക്ഷനിലെ ഔട്ട്കംസ് എന്തൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ, നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമുക്കുള്ള ഓരോ കോഴ്സിലും എത്ര ബ്ലോക്സ് വരുന്നുണ്ട്, എത്ര യൂണിറ്റുകൾ നമുക്കുണ്ട്, ടോട്ടൽ എത്ര നമുക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ട് എന്നുള്ളതും, അതുപോലെ ലേൺ ബൈ സൈഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സ്റ്റഡീസിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ നമുക്ക് എക്സാംസ് എങ്ങനെ വരുന്നു, അസൈൻമെന്റ്സ് എങ്ങനെ വരുന്നു എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള പോർഷൻ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്തൊക്കെ സപ്പോർട്ട് നമുക്ക് ലേൺ വൈസിൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ക്ലാരിറ്റി ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഓറിയന്റേഷന്റെ എല്ലാ സെക്ഷൻസിന്റെ എൻഡിലും നമുക്കൊരു ആക്ഷൻ ടാസ്ക് ഉണ്ടായിരുന്നു. ഇവിടെയും അതുപോലെ നമുക്കൊരു ആക്ഷൻ ടാസ്ക് ഉണ്ട്. അപ്പൊ അതെന്താന്നുള്ളതൊക്കെ നമുക്ക് ലാസ്റ്റിൽ ഡിസ്കസ് ചെയ്യാം. സോ നമ്മുടെ ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് ഒരു 5 ലെയേഴ്സ് പോലെയാണ്. അതായത് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ BA എക്കണോമിക്സ്, അല്ലെങ്കിൽ നമ്മൾ 4 ഇയർ ഇന്റഗ്രേറ്റഡ് കോഴ്സുകാരാണെങ്കിൽ BAF EC എന്ന് പറയും. സോ നമ്മൾ സെം വൈസ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമുക്ക് ഇയർ വൈസ് ആയിട്ടാണ് നമ്മൾ എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് ഇയറിന്റെ കോഴ്സസും കാര്യങ്ങളായിരിക്കും നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിലിംഗ് ആയിട്ട് പറയുന്നുണ്ടായിരിക്കും. നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ഇയറിലുള്ള എല്ലാ സബ്ജക്റ്റുകളെയും നമ്മൾ കോഴ്സസ് എന്നാണ് പറയുന്നത്. നമ്മുടെ കോഴ്സസിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഓരോന്നിനും ഓരോ കോഡും അതിന്റെ ടൈറ്റിൽസും അതിനൊക്കെ എത്ര ക്രെഡിറ്റ്സ് വരുന്നു എന്നുള്ളതും നമ്മൾ ഡീറ്റെയിലിംഗ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, നമ്മുടെ ഓരോ സബ്ജക്റ്റിനും ഓരോ കോഡ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ആപ്പിലൊക്കെ, നമ്മുടെ ലേൺവൈസ് ആപ്പിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, BECC 101, BECC 102, അങ്ങനെ ഓരോ പേപ്പറിനും നമ്മൾ ഓരോ കോഡ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. സോ നമ്മുടെ ഓരോ സബ്ജക്റ്റിനെ നമ്മൾ കോഴ്സസ് എന്നാണ് പറയുന്നത്. ആ ഓരോ കോഴ്സസിലും ഓരോ എത്ര ബ്ലോക്സുകൾ ഉണ്ട്, എത്ര യൂണിറ്റ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ അസൈൻമെന്റ്സ്, എക്സാംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ BA എക്കണോമിക്സ് എന്ന് പറയുന്നത് 3 വർഷത്തെ ഹോണർ ഡിഗ്രിയും പ്ലസ് അതല്ലാതെ നമ്മൾ 4 ഇയർ ആയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് കോഴ്സും ആയിട്ടുണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് ഇയർ കോഴ്സസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് 3 വർഷത്തെ കോഴ്സ് ആണ്, എന്നാൽ 6 വർഷത്തെ ഒരു കംഫർട്ട് സോൺ നമുക്ക് അവിടെ ഉണ്ട്. അതുപോലെ 4 ഇയർ ഇന്റഗ്രേറ്റഡ് കോഴ്സസ് ചൂസ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് എൻഡ് ചെയ്യാവുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 ഇയർ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 1 ഇയർ തിരിച്ച് മാത്രം അതിന് എടുത്താൽ മതിയായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഇനി നമ്മുടെ സിലബസ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ആക്ച്വലി വരുന്നത് 8 സബ്ജക്റ്റുകളാണ്. 8 സബ്ജക്റ്റിൽ 4 സബ്ജക്ട് നമ്മുടെ കോർ പേപ്പേഴ്സ് ആണ്, ബാക്കി 4 വരുന്ന നമ്മുടെ എലക്റ്റീവ് കോഴ്സസ് ആണ്. അതിൽ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളും അതുപോലെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകളിൽ നിന്നും നമ്മൾ തന്നെയാണ് എലക്റ്റീവ്സ് നമുക്ക് ചൂസ് ചെയ്യുന്നത്. സോ അതിന് മുന്നോടിയായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഫുള്ളി അവൈലബിൾ എന്ന് കാണുന്നത് ആക്ച്വലി നമുക്ക് വീഡിയോ ക്ലാസ്സസ്, അതുപോലെ ലൈവ് സെക്ഷൻസ്, അങ്ങനെ മെറ്റീരിയൽസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കുന്ന സബ്ജക്റ്റുകളെയാണ് നമ്മൾ ഫുള്ളി അവൈലബിൾ എന്ന് പറയുന്നത്. മെറ്റീരിയൽസ് ഓൺലി എന്ന് പറഞ്ഞു കൊടുക്കുന്ന സബ്ജക്റ്റുകൾക്ക് അവിടെ നമുക്ക് വീഡിയോ ക്ലാസ്സസുകളോ അതുപോലെ ലൈവ് സെക്ഷൻസുകളോ ഉണ്ടായിരിക്കില്ല. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റിലുള്ള ഏതൊക്കെയാണ് നമുക്ക് വരുന്ന കോഴ്സസുകൾ എന്ന് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ആയിട്ട് BECC 101 ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് 6 ക്രെഡിറ്റ്സ് വരുന്ന കോഴ്സാണ്. BECC 102 മാത്തമാറ്റിക്കൽ മെത്തഡ്സ് ഫോർ എക്കണോമിക്സ് 1 6 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. BECC 103 ഇൻട്രൊഡക്ടറി മാക്രോ എക്കണോമിക്സ് 6 ക്രെഡിറ്റ്സ് തന്നെയാണ് വരുന്നത്. BECC 104 മാത്തമാറ്റിക്കൽ മെത്തഡ്സ് ഇൻ എക്കണോമിക്സ് 2 അതും 6 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. സോ ഈ 4 പേപ്പറുമാണ് നമ്മുടെ കോർ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതല്ലാതെ നമുക്ക് വരുന്ന മറ്റു ഇലക്ടീവ് കോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. BEVAE 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആൻഡ് BEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, BPAG 171 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് BSOG 171 ഇന്ത്യൻ സൊസൈറ്റി ഇമേജ് ആൻഡ് റിയാലിറ്റീസ്. ഓക്കെ, അപ്പോ ഇത്രയും സബ്ജക്റ്റുകൾക്ക് നമുക്ക്
ഫുള്ളി മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കും. അതായത് വീഡിയോ ക്ലാസ്സുകളും പ്ലസ് അതോടൊപ്പം തന്നെ നമുക്ക് ലൈവ് സെക്ഷൻസ് കാര്യങ്ങൾ അതുപോലെ അതിന്റെ എല്ലാ സപ്പോർട്ടീവ് ആയിട്ടുള്ള മെറ്റീരിയൽസും നമുക്ക് ഇതിന് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഏതൊക്കെയാണ് നമുക്ക് മെറ്റീരിയൽസ് ഓൺലി, അതായത് വീഡിയോസുകളില്ല, ലൈവ് സെക്ഷൻസ് ഇല്ല, അതല്ലാതെ മെറ്റീരിയൽസ് മാത്രമായിട്ട് വരുന്നത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. BEGG 171 Media and Communication Skill and BPYG 171 Applied Ethics, BGDG 172 Gender Sensation and Society and Culture, BPAG 172 Government Issue and Challenges, BEGG 172 Language and Linguistics, and BPYG 172 Philosophy of Religion, BABG 171 Understanding BA Ambedkar, ONR 003 Water Harvesting, Conservation and Utilization, BPCG 171 General Psychology, BPCG 172 Youth, Gender and Identity. ഇനി നമുക്ക് BA എക്കണോമിക്സിൽ ഹോണർ ഡിഗ്രിക്കാർക്ക് സെക്കൻഡ് ഇയറിൽ വരുന്ന കോഴ്സസുകളാണ്. ഇവിടെ നമുക്ക് ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് ആണ് ആദ്യം നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നോക്കുവാണെങ്കിൽ BECC 105 ഇന്റർമീഡിയറ്റ് മൈക്രോ എക്കണോമിക്സ് 1, BECC 106 ഇന്റർമീഡിയറ്റ് മാക്രോ എക്കണോമിക്സ് 1, BECC 107 Statistical Method for Economics, BECC 108 Intermediate Microeconomics 2, BECC 109 Intermediate Macroeconomics 2, BECC 110 Introductory Econometrics, BCOS 183 Computer Application in Business, BPCS 183 Emotional Intelligence, BPAG 173 E-Governments, BPCG 173 Psychology for Health and Well-being, BEGG 173 Psychology for Health and Well-being, Academic Writing and Composition, BPAG 174 Sustainable Development, BPCS 184 School Psychology, BPCS 186 Managing Stress, BPAS 184 Logistic Management, BEGG 183 Writing and Study Skills. അതുപോലെ ഇനി മെറ്റീരിയൽസ് ഓൺലി ആയിട്ട് വരുന്ന സബ്ജക്റ്റുകളാണ് നെക്സ്റ്റ് പറയുന്നത്. BINS 183 Tourism Anthropology, BPCS 185 Developing Emotional Competence, BPCS 187 Managing Human Resources, BSSS 183 Life Skills, BSOG 173 Rethinking Development, BPCG 174 Psychology and Media, BINS 184 Public Health and Epidemiology, BECS 184 Data Analysis, and BEGS 186 Business Communication, BPCS 188 Application of Social Psychology, ONR 002 Basic of Hydrology, BPCG 176 Psychology of Gender, BEGG 174 Creative Writing. അപ്പൊ ഇത്രയും പറഞ്ഞിട്ടുള്ള ഈ ഒരു സബ്ജക്റ്റുകൾക്ക് നമുക്ക് മെറ്റീരിയൽസ് മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കുക. ഇനി തേർഡ് ഇയറിലോട്ട് വരുമ്പോൾ നമുക്ക് ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളാണ് പറയുന്നത്. BECC 111 Indian Economy 1, BECC 112 Development Economics 1, BECC 113 Indian Economy 2, BECC 114 Development Economics 2, BECE 141 Economics of Health and Education, BECE 143 Environmental Economics, BECE 142 Applied Econometrics, BECE 144 Financial Econometrics. അടുത്തതായിട്ട് 4 ഇയർ ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ ചൂസ് ചെയ്തിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടാണ്. അതിൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്ന കോഴ്സുകളാണ് പറയുന്നത്. അതിലെല്ലാം തന്നെ ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള ആദ്യം കോഴ്സുകളാണ് ആദ്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. BECC 101 Introductory Micro Economics, BECC 103 Introductory Macro Economics, BEBAE 181 Environmental Studies, and BEDS 101 Value Education, BCOS 186 Personal Selling and Salesmanship, BCOS 185 Entrepreneurship, BSOG 171 Indian Society Image Realities, BPAG 171 Disaster Management, BCOS 183 Computer Application in Business, BPAS 184 Logistic Management, BPCS 183 Emotional Intelligence, BEGS 183 Writing and Study Skills. ഇതിലൊക്കെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ഇലക്ടീവ്സും കാര്യങ്ങളും എല്ലാം ഓരോരുത്തരും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതോടൊന്ന് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഓൺലി ആയിട്ട് വരുന്ന മറ്റ് ഇലക്ടീവ്സുകളാണ് പറയുന്നത്. BECS 184 Data Analysis, BEGG 171 Media Communication Skills, BHIE 143 History of Environment, BPCG 171 Gender Psychology, BPYG 171 Applied Ethics, BABG 171 Understanding Ambedkar, BTTS 183 An Introduction to Machine Translation, BSSS 183 Lab Skills,
BPCS 180 for development emotional competence, BCHS 183 laboratory management skills, BANS 183 tourism anthropology. ഇനി BAF EC-ക്കാരുടെ 4-year ഇന്റഗ്രേറ്റഡ് കോഴ്സുകാരുടെ സെക്കൻഡ് ഇയറിലോട്ട് വരുമ്പോൾ അവർക്ക് ആക്ച്വലി 2 കോർ കോഴ്സസുകളും അതുപോലെ നാല് കോർ കോഴ്സസുകളും, അതായത് കമ്പൽസറി ആയിട്ടുള്ള 4 കോർ പേപ്പേഴ്സുകളും, അതുപോലെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ടുള്ള BEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്ന ഒരു കോഴ്സും, പ്ലസ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളായിട്ടുള്ള BEGAS 183 റൈറ്റിംഗ് ആൻഡ് സ്റ്റഡിക്കൽ എന്ന് പറയുന്ന ഒരു കോഴ്സും, അതുപോലെ സൈക്കോളജിയിൽ നിന്നും സോഷ്യോളജിയിൽ നിന്നും 2 മൈനർ പേപ്പേഴ്സും കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ തേർഡ് സെമ്മിൽ സൈക്കോളജിയിൽ ഒരു മൈനർ പേപ്പർ ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർത്ത് സെമ്മിൽ സോഷ്യോളജിയിൽ നിന്നുള്ള ഒരു മൈനർ പേപ്പർ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് നമ്മുടെ സെക്കൻഡ് ഇയറിന്റെ 4-year ഇന്റഗ്രേറ്റഡ് കോഴ്സുകാർക്ക് വരുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഓരോ സബ്ജക്റ്റുകളായിട്ട് നമുക്ക് അതിൽ എത്ര ബ്ലോക്സുകൾ വരുന്നുണ്ട്, എത്ര യൂണിറ്റ് ഉണ്ട്, ഓരോന്നും എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ BECC 101 ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് നമ്മുടെ കോർ പേപ്പർ ആണ്. അപ്പൊ ഇതിൽ ഫസ്റ്റ് ബ്ലോക്ക് നോക്കുവാണെങ്കിൽ 3 യൂണിറ്റുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് ആൻഡ് എക്കോണമി, യൂണിറ്റ് 2 ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസ്, യൂണിറ്റ് 3 ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻ പ്രാക്ടീസ്. സോ ഇത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള പേപ്പറാണ്. നിങ്ങൾ എക്കണോമിക്സ് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലുള്ള ടേംസും കണ്ടീഷൻസും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അങ്ങനെയാണ് നിങ്ങൾ എക്കണോമിക്സ് പഠിച്ചു പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് സാധിക്കും. സോ നമ്മുടെ മൈക്രോ എക്കണോമിക്സിൽ നമ്മുടെ പരിസരത്തുള്ളത് അല്ലെങ്കിൽ നമ്മൾ തൊട്ട് കടയിൽ പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിലിംഗ് ആയിട്ട് മൈക്രോ എക്കണോമിക്സിൽ വരുന്നുണ്ടായിരിക്കാം. ടേംസും കണ്ടീഷൻസും വേറെ ആയിരിക്കും, പക്ഷെ അത് നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ എക്കണോമിക്സ് എന്താണ്, എക്കോണമി എന്താണ്, അതിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിന്റെ പ്രാക്ടിക്കൽ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് ബ്ലോക്ക് 2 തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ഇവിടെ യൂണിറ്റ് 4 2 യൂണിറ്റുകളാണ് ഉള്ളത്. യൂണിറ്റ് 4 and 5 കൺസ്യൂമർ ബിഹേവിയർ കാർഡിനൽ അപ്രോച്ച്, കൺസ്യൂമർ ബിഹേവിയർ ഓർഡിനൽ അപ്രോച്ച്. അപ്പൊ കൺസ്യൂമർ ബിഹേവിയേഴ്സ് എങ്ങനെയാണ്, കൺസ്യൂമേഴ്സ് എന്ന് വെച്ചാൽ നമ്മള് അപ്പോൾ വാങ്ങുന്ന ആളുകൾ, അപ്പൊ കൺസ്യൂമേഴ്സിന്റെ അവരുടെ വാങ്ങുന്നതിന്റെ അളവ് എങ്ങനെയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഒരു കടയിൽ ചെന്നാൽ എങ്ങനെയാണോ സാധനങ്ങൾ വാങ്ങുന്നത് അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ 6 യൂണിറ്റുകളും നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ആൻഡ് ബ്ലോക്ക് 3 പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. അതിൽ നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് 6 പ്രൊഡക്ഷൻ വിത്ത് 1 വേരിയബിൾ ഇൻപുട്ട്, യൂണിറ്റ് 7 പ്രൊഡക്ഷൻ വിത്ത് 2 and more വേരിയബിൾ ഇൻപുട്ട്, ആൻഡ് യൂണിറ്റ് 8 ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അതിന്റെ കോസ്റ്റും എങ്ങനെയാണ് വരുന്നത്, അത് നമ്മളുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, കോസ്റ്റ് കൂടുമ്പോഴെങ്ങനെയാണ്, കോസ്റ്റ് കുറയുമ്പോഴെങ്ങനെയാണ്, എപ്പോഴാണ് നമ്മൾ കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സെക്ഷൻ ആയിരിക്കും, ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും നമുക്ക് ബ്ലോക്ക് 3 നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരിക്കുക. ആൻഡ് ബ്ലോക്ക് 4 വരുമ്പോൾ 4 യൂണിറ്റുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഫേം ആൻഡ് ഇൻഡസ്ട്രി ഇക്വിലിബ്രിയം, and unit 10 monopoly price and output decision, unit 11 monopolistic competition price and output decision, unit 12 oligopoly price and output decisions. ഓക്കെ, അപ്പൊ ഈ ഒരു 4 യൂണിറ്റിൽ നമ്മൾക്ക് എത്ര മാർക്കറ്റുകൾ നമുക്കുണ്ട്, എത്ര മാർക്കറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അതിലുള്ള ഫസ്റ്റ് മാർക്കറ്റ് ആണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപ്പൊളി എന്ന് പറയുന്ന മറ്റൊരു മാർക്കറ്റ്, കോമ്പറ്റീഷൻ എന്ന് പറയുന്ന മറ്റൊരു മാർക്കറ്റുകൾ, ഒലിഗോപോളി എന്ന് പറയുന്ന മറ്റൊരു മാർക്കറ്റ്. അങ്ങനെ ഈ ഒരു 4 മാർക്കറ്റുകളിലും എങ്ങനെയാണ് തിയറീസ് വർക്ക് ആവുന്നത്, എങ്ങനെയാണ് അവിടെ നമ്മൾ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആ ഒരു ബ്ലോക്ക് 4 നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ആൻഡ് ബ്ലോക്ക് 5 3 യൂണിറ്റുകൾ വരുന്നുണ്ട്. യൂണിറ്റ് 13 ഫാക്ടർ മാർക്കറ്റ് ആൻഡ് പ്രൈസ് ഡിസിഷൻ, യൂണിറ്റ് 14 ലേബർ മാർക്കറ്റ്, യൂണിറ്റ് 15 ലാൻഡ് മാർക്കറ്റ്. ഓക്കെ, ഇതിൽ ഓരോന്നിലും നമ്മൾ ആ ഒരു ഇതിലുള്ള മാർക്കറ്റ് എങ്ങനെയാണ്, അവിടെ ലേബേഴ്സിന് എന്ത് റോളാണുള്ളത്, അതുപോലെ നമ്മുടെ ലാൻഡ് എന്ത് റോള് വരുന്നു എന്നുള്ള കാര്യങ്ങളാണ് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് ബ്ലോക്ക് 6 വെൽഫെയർ മാർക്കറ്റ് ഫെയിലിയർ ആൻഡ് ദ റോൾ ഓഫ് ഗവൺമെന്റ്. 2 യൂണിറ്റുകളാണ് വരുന്നത്. വെൽഫെയർ അലോക്കേഷൻ എഫിഷ്യൻസി അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, യൂണിറ്റ് 17 എഫിഷ്യൻസി ഓഫ് മാർക്കറ്റ് മെക്കാനിസം, മാർക്കറ്റ് ഫെയിലിയർ ആൻഡ് ദ റോൾ ഓഫ് സ്റ്റേറ്റ്. എങ്ങനെയാണ് അലോക്കേഷൻ ഓഫ് എഫിഷ്യൻസി, അതായത് റിസോഴ്സസ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യപ്പെടുന്നു, അത് എഫിഷ്യന്റ് ആയിട്ടാണോ പോകുന്നത്, എഫിഷ്യന്റ് ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ടിയിരിക്കുന്നു, എങ്ങനെയാണ് ഒരു സൊസൈറ്റി വർക്ക് ചെയ്ത് പോകുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിലിംഗ് സെക്ഷൻ. അതിൽ ഗവൺമെന്റിന്റെ റോൾ എന്താണ് എന്നുള്ള കാര്യങ്ങളായിരിക്കും ആ ഒരു ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരിക്കുക. അപ്പൊ മൈക്രോ എക്കണോമിക്സിൽ നമുക്ക് മൊത്തം 6 ബ്ലോക്സ് ആണ് വരുന്നത്. അടുത്തായിട്ട് BECC 102 മാത്തമാറ്റിക്സ് മെത്തേഡ്സ് ഫോർ എക്കണോമിക്സ് 1. അപ്പൊ ഇതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് 3 യൂണിറ്റുകൾ വരുന്നുണ്ട്.
പ്രിലിമിനറീസ് ആണ് വരുന്നത്. സെറ്റ് ഓപ്പറേഷൻസ്, യൂണിറ്റ് 2 റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, യൂണിറ്റ് 3 ലോജിക്, സെറ്റ് നൺ സെറ്റ് അങ്ങനെയുള്ള അതിന്റെ ബേസിക് കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. ബ്ലോക്ക് 2 ഫംഗ്ഷൻസ് ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, യൂണിറ്റ് 4 എലിമെന്ററി ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ, യൂണിറ്റ് 5 അനാലിറ്റിക്കൽ ജിയോമെട്രി, യൂണിറ്റ് 6 സീക്വൻസ് ആൻഡ് സീരീസ്. മാത്തമാറ്റിക്സ് നമുക്കറിയാം പ്രോബ്ലമാറ്റിക് പേപ്പർ ആണ്, പക്ഷെ അത്ര ഡിഫിക്കൽട്ട് ഒന്നുമല്ല, ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന പേപ്പർ തന്നെയാണ് കേട്ടോ. ആൻഡ് ബ്ലോക്ക് 3 ഡിഫറൻസിയേഷൻസ്, യൂണിറ്റ് 7 ലിമിറ്റ്സ്, യൂണിറ്റ് 8 കണ്ടിന്യൂറ്റി, യൂണിറ്റ് 9 ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, യൂണിറ്റ് 10 ഹയർ ഓർഡർ ഡെറിവേറ്റീവ്. ലിമിറ്റ് എന്താണ്, അത് ഓരോന്നും ഓരോ കൺസെപ്റ്റുകളാണ്. കണ്ടിന്യൂറ്റി ഫസ്റ്റ് ഓർഡർ എങ്ങനെയാണ്, സെക്കൻഡ് ഓർഡർ എങ്ങനെ വരുന്നു, ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് എങ്ങനെ വരുന്നു, പ്രോബ്ലമാറ്റിക് പേപ്പേഴ്സ് ആണ് നമുക്കറിയാം. ആൻഡ് നെക്സ്റ്റ് ബ്ലോക്ക് 4 സിംഗിൾ വേരിയബിൾ ഓഫ് ഒപ്റ്റിമൈസേഷൻ, 2 യൂണിറ്റുകളാണ് വരുന്നത് ആ ഒരു ബ്ലോക്കിൽ. യൂണിറ്റ് 11 കോൺകേവ് ആൻഡ് കോൺവെക്സ് ഫംഗ്ഷൻസ്, യൂണിറ്റ് 12 ഒപ്റ്റിമൈസേഷൻസ് മെത്തേഡ്. കോൺകേവ് ആയിട്ടുള്ള കോൺവെക്സ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിന്റെ പ്രോബ്ലമാറ്റിക് എന്തൊക്കെയാണ്, ഒപ്റ്റിമൈസേഷൻസ് മെത്തേഡ്സ് എങ്ങനെയാണ് എന്നുള്ളത്. ആൻഡ് ബ്ലോക്ക് 5 ഇന്റഗ്രേഷൻസ് ആണ് വരുന്നത്, ഡിഫൈൻ ഇന്റഗ്രേഷൻസ് ആൻഡ് ഇൻഡിഫൈൻഡ് ഇന്റഗ്രൽസ്, യൂണിറ്റ് 13 ആൻഡ് യൂണിറ്റ് 14. 2 യൂണിറ്റുകളാണ് ബ്ലോക്ക് 5 വരുന്നത്. ആൻഡ് ബ്ലോക്ക് 6 ഡിഫറൻസ് ഇക്വേഷൻസ് ആണ്, ലീനിയർ ഡിഫറൻസ് ഇക്വേഷൻസ് യൂണിറ്റ് 15 അതുപോലെ യൂണിറ്റ് 16 നോൺ ലീനിയർ ഡിഫറൻസ് ഇക്വേഷൻസും. ഇങ്ങനെ 2 തിയറീസ് ആയിരിക്കും നമ്മൾ അതിൽ പഠിക്കുന്നുണ്ടായിരിക്കും. ആൻഡ് നെക്സ്റ്റ് ഇൻട്രോഡക്ടറി മാക്രോ എക്കണോമിക്സ് BECC 103. ഓക്കെ, അപ്പോ ഇവിടെ ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് 3 യൂണിറ്റ് ആണ് വരുന്നത്, ഇഷ്യൂസ് ഇൻ മാക്രോ എക്കണോമിക്സ് ആൻഡ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൈക്രോ എക്കണോമിക്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ സൊസൈറ്റിയായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറഞ്ഞു. നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത്. സോ മൈക്രോ എക്കണോമിക്സിലോട്ട് വരുമ്പോഴേക്കും നിങ്ങൾ റിലേറ്റ് ചെയ്യുന്നത് നമ്മുടെ കൺട്രി ആയിട്ട്, അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മറ്റു രാജ്യങ്ങളുമായിട്ട് എങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ, ആ ഒരു കാര്യങ്ങളായിരിക്കും നമ്മൾ മാക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത്. അതിന് വളരെ വൈഡ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നുകൊണ്ടാണ് ആ ഒരു എക്കോണമി നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അതും നമുക്ക് ഇതുപോലെ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് ഇഷ്യൂസ് ആൻഡ് കൺസെപ്റ്റ്സുകൾ, യൂണിറ്റ് 2 നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, യൂണിറ്റ് 3 മെഷറിംഗ് എക്കോണമിക് പെർഫോമൻസ്. ഫസ്റ്റത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള എന്തൊക്കെയാണ് ഇഷ്യൂ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, എന്താണ് മാക്രോ എക്കണോമിക്സിന്റെ കൺസെപ്റ്റ് വരുന്നത്, എങ്ങനെയാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, നാഷണൽ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിന് എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ എക്കോണമിക് പെർഫോമൻസ് എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ബ്ലോക്ക് 2 മണി ഇൻ മോഡേൺ എക്കോണമി, നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് 4 ഫംഗ്ഷൻസ് ഓഫ് മണി, യൂണിറ്റ് 5 ഡിമാൻഡ് ഫോർ മണി, യൂണിറ്റ് 6 മോണിറ്ററി പോളിസി. മണിയുടെ ഫംഗ്ഷൻ എന്താണ്, പണം എന്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതിന് ഡിമാൻഡ് എന്തൊക്കെ നമുക്ക് വരുന്നു, മോണിറ്ററി പോളിസി എന്ന് വെച്ചാൽ എന്താണ്, അതുപോലെ ഫിസിക്കൽ പോളിസി നമുക്ക് പഠിക്കാനായിട്ടുള്ളതാണ് കേട്ടോ. ആൻഡ് ബ്ലോക്ക് 3 ഇൻഫ്ലേഷൻസ്, യൂണിറ്റ് 7 ഇൻഫ്ലേഷൻ, യൂണിറ്റ് 8 കോസ് ആൻഡ് എഫക്ട് ഓഫ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ രാജ്യത്ത് എപ്പോഴാണ് ഇൻഫ്ലേഷൻസ് സംഭവിക്കുന്നത്, ഇതുവരെ എത്ര തവണ സംഭവിച്ചിട്ടുണ്ട്, മറ്റു രാജ്യങ്ങൾക്ക് എപ്പോഴാണ് ഇത് സംഭവിക്കുക, എങ്ങനെയൊക്കെ അത് സംഭവിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ബ്ലോക്കിൽ പഠിക്കാനായിട്ട് വരുന്നത്. ബ്ലോക്ക് 4 ക്ലോസ്ഡ് എക്കോണമി ഇൻ ദ ഷോർട്ട് റൺ, യൂണിറ്റ് 9 ക്ലാസിക്കൽ ആൻഡ് കെയ്നിഷ്യൻ സിസ്റ്റംസ്, യൂണിറ്റ് 10 കെയ്നിഷ്യൻ ആൻഡ് മോഡൽ ഓഫ് ഇൻകം ഡിറ്റർമിനേഷൻ, യൂണിറ്റ് 11 ഫിസിക്കൽ പോളിസി ഇൻ കെയ്നിഷ്യൻ മോഡൽ. ഓക്കെ, ബ്ലോക്ക് 4 നമ്മുടെ ഒരു ക്ലോസ്ഡ് എക്കോണമി, നമുക്ക് ഓപ്പൺ എക്കോണമി, 2 എക്കോണമികളുണ്ട്. അപ്പോൾ ക്ലോസ്ഡ് എക്കോണമി ഷോർട്ട് റൺ പീരീഡിൽ എങ്ങനെയായിരിക്കും, നമുക്ക് ഷോർട്ട് റൺ ഉണ്ട്, ലോങ് റൺ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഷോർട്ട് റൺ പീരീഡിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിലുള്ള കെയ്നിഷ്യൻ തിയറീസ് എന്തൊക്കെയാണ്, ക്ലാസിക്കൽ തിയറീസ് എന്തൊക്കെയാണ്, അതിന്റെ കമ്പാരിസൺ കാര്യങ്ങൾ, അതേപോലെ ഫിസിക്കൽ പോളിസി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സ്റ്റഡീസ് ആണ് നമുക്ക് ബ്ലോക്ക് 4 പഠിക്കാനായിട്ട് വരുന്നത്. ആൻഡ് ബ്ലോക്ക് 5 ISLM അനാലിസിസ്, യൂണിറ്റ് 12 equilibrium in real sector, യൂണിറ്റ് 13 equilibrium in monetary sector, യൂണിറ്റ് 14 neoclassical synthesis. ഓക്കെ, അതായത് ISLM എന്ന് പറഞ്ഞാൽ എന്താണ്, IS മോഡൽ എന്താണ്, LM മോഡൽ എന്താണ്, ഇത് രണ്ടും കൂടെ കോമ്പേറ്റ് ചെയ്ത് വരുമ്പോൾ ISLM അനാലിസിസ് എങ്ങനെ വരുന്നു, equilibrium എങ്ങനെയാണ് റിയൽ സെക്ടേഴ്സിൽ നമുക്ക് വരുന്നത്, മോണിറ്ററി സെക്ടേഴ്സിൽ എങ്ങനെ വരുന്നു, നിയോ ക്ലാസിക്കൽ ആയിട്ടുള്ള തിയറീസും കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആ ഒരു ബ്ലോക്കിൽ പഠിക്കുന്നുണ്ടായിരിക്കുക. അടുത്ത BECC 104 മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഇൻ എക്കണോമിക്സ് 2. നമ്മുടെ മാത്തമാറ്റിക്സ് മെത്തേഡ്സ് ഫോർ എക്കണോമിക്സ് 1 പാർട്ട് 2 ആണിത്. സോ ഇതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ 2 യൂണിറ്റുകളാണ് വരുന്നത്, മൾട്ടിവേരിയറ്റ് കാൽക്കുലസ് 1, മൾട്ടിവേരിയറ്റ് കാൽക്കുലസ് 2 എന്ന യൂണിറ്റ് 2, 2 യൂണിറ്റുകളാണ് വരുന്നത്. അതായത് നമ്മുടെ വേരിയബിൾസിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് അതിൽ നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കുക. ബ്ലോക്ക് 2 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് 1 നമ്മൾ പഠിക്കുന്നുണ്ട്, ഹയർ ഓർഡറും അതിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇതിൽ തന്നെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്താണ്, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ബ്ലോക്ക് 2 നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കാം. ബ്ലോക്ക് 3 ലീനിയർ അൽജിബ്ര,
വെക്ടേഴ്സ്, വെക്ടർ സ്പേസസ് എന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് 5 ഡിസ്കസ് ചെയ്യാം. മെട്രിക്സ് എങ്ങനെ വരുന്നു, ഡിറ്റർമിനൻസ് എങ്ങനെ വരുന്നു എന്നുള്ള യൂണിറ്റ് 6 യൂണിറ്റ് 7 ലീനിയർ എക്കണോമിക്സ് മോഡൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ആൻഡ് ബ്ലോക്ക് 4 മൾട്ടിവേരിയന്റ് ഒപ്റ്റിമൈസേഷൻ 3 യൂണിറ്റ് ആണ് വരുന്നത്. യൂണിറ്റ് 8 അൺകൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻസ്, യൂണിറ്റ് 9 കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ വിത്ത് ഈക്വാലിറ്റി കൺസ്ട്രെയിൻഡ്, യൂണിറ്റ് 10 ഡ്യുവാലിറ്റി. ഈ ഒപ്റ്റിമൈസേഷൻസ് എങ്ങനെയാണ് നമ്മൾ കൺസ്ട്രെയിൻ ചെയ്യുന്നത്, അതിന്റെ കാൽക്കുലേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതായിരിക്കും നമ്മൾ അതിൽ നോക്കുന്നുണ്ടായിരിക്കുക. 4 ബ്ലോക്കുകൾ മാത്രമാണ് നമുക്ക് ഈ ഒരു മാത്തമാറ്റിക് മെത്തേഡ്സ് ഇൻ എക്കണോമിക്സ് 2 വരുന്നുണ്ടായിരിക്കുക. അടുത്തതായിട്ടുള്ള BE 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ്. അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റും കൂടിയാണ്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ, നമ്മുടെ പരിസ്ഥിതി എങ്ങനെയാണ് എന്നുള്ള ടോപ്പിക്സ് ആണ് ഇതിൽ കൂടുതലായിട്ട് വരുന്നത്. സോ ബ്ലോക്ക് 1 ആൻ ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസ്. എന്താണ് എൻവയോൺമെന്റ്, എങ്ങനെയായിരിക്കും നമ്മൾ അതിനെ കെയർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവുക. ആൻഡ് ബ്ലോക്ക് 2 നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസ് എന്തൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സ്റ്റഡീസ് ആയിരിക്കും. ബ്ലോക്ക് 3 എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്. എന്തൊക്കെയാണ് പരിസ്ഥിതിയെ ബാധിക്കുന്ന ഇഷ്യൂസ്, എന്താണ് അതിന് എന്തൊക്കെ നമ്മൾ ചെയ്യണം, എന്തൊക്കെയാണ് അതിന്റെ കൺസേൺസ് എന്നുള്ളത്. ബ്ലോക്ക് 4 പ്രൊട്ടക്ടിങ് അവർ എൻവയോൺമെന്റ് പോളിസീസ് ആൻഡ് പ്രാക്ടീസ്. എങ്ങനെ നമുക്ക് അതിനെ പ്രൊട്ടക്ട് ചെയ്യാം എന്ന് പറയുന്ന കാര്യങ്ങൾ. ആൻഡ് ഗ്ലോസറി. ഓക്കെ, അപ്പൊ നമ്മുടെ ബ്ലോക്ക് 1 ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് 3 യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. എന്താണ് നമ്മുടെ എൻവയോൺമെന്റ്, ഓവർ എൻവയോൺമെന്റ് ആൻഡ് എക്കോസിസ്റ്റം, മേജർ എക്കോസിസ്റ്റംസ്. ഈ ഒരു 3 ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ പഠിക്കുന്നുണ്ടായിരിക്കാം. ആൻഡ് ബ്ലോക്ക് 2 നാച്ചുറൽ റിസോഴ്സസ്. 4 യൂണിറ്റുകൾ വരുന്നുണ്ട്. ലാൻഡ് ആൻഡ് വാട്ടർ റിസോഴ്സസ്. യൂണിറ്റ് 5 ഫോറസ്റ്റ് റിസോഴ്സസ്. യൂണിറ്റ് 6 ബയോഡൈവേഴ്സിറ്റി, വാല്യൂസ് ആൻഡ് സർവീസസ്. ആൻഡ് യൂണിറ്റ് 7 എനർജി റിസോഴ്സസ്. ഇങ്ങനെ 4 യൂണിറ്റുകളാണ് നമുക്ക് ബ്ലോക്ക് 2 പഠിക്കാനായിട്ട് വരുന്നത്. ബ്ലോക്ക് 3 4 യൂണിറ്റുകൾ വരുന്നുണ്ട്. യൂണിറ്റ് 8 ബയോഡൈവേഴ്സിറ്റി, ത്രെറ്റ്സ് ആൻഡ് കൺസർവേഷൻസ്. ആൻഡ് യൂണിറ്റ് 9 എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ഹസാർഡ്സ്. യൂണിറ്റ് 10 വേസ്റ്റ് മാനേജ്മെന്റ്. യൂണിറ്റ് 11 ഗ്ലോബൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ്. ആൻഡ് ബ്ലോക്ക് 4 പ്രൊട്ടക്ടിങ് അവർ എൻവയോൺമെന്റ് പോളിസീസ് ആൻഡ് പ്രാക്ടീസ്. Okay, Unit 12 environmental legislation, and Unit 13 human communities and environment. Unit 14 environmental ethics. അപ്പൊ ഈ ഒരു സബ്ജക്റ്റിൽ പൂർണ്ണമായിട്ടും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്, കാര്യങ്ങൾ നമ്മൾ എങ്ങനെയായിരിക്കണം ഒരു എൻവയോൺമെന്റിൽ നമ്മൾ ഇരിക്കേണ്ടത്, എങ്ങനെ നമ്മൾ അതിനെ കാണണം എന്നുള്ള ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സ്റ്റഡീസ് ആണ് നമുക്ക് എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. അടുത്ത 4 ഇയർ ഇൻഡിക്കേറ്റഡ് അവർക്കും കൂടി ഉള്ളതാണ് DEDS 101 വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പേപ്പർ. സോ 5 ബ്ലോക്സ് ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് ബ്ലോക്ക് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്. ബ്ലോക്ക് 2 ചേഞ്ചിങ് കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്. ബ്ലോക്ക് 3 തിയറിറ്റിക്കൽ ഫൗണ്ടേഷൻസ്. ബ്ലോക്ക് 4 സോഷ്യൽ ഡൈനാമിക്സ് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ്. ബ്ലോക്ക് 5 സോഷ്യൽ ലിങ്കേജസ്. സോ ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് അതിന്റെ കൺസെപ്റ്റ് എന്താണ്, അതിന്റെ ഫ്രെയിംവർക്ക് എങ്ങനെ വരുന്നു. സോ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ സോഷ്യൽ മലൈസ് ആൻഡ് ദ നീഡ് ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ. വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്, എന്തിനു നമ്മളത് പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് യൂണിറ്റ് 2 ദ കൺസെപ്റ്റ് ഓഫ് മൊറാലിറ്റി ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ. യൂണിറ്റ് 3 ഡയമെൻഷൻ ഓഫ് മൊറാലിറ്റി. യൂണിറ്റ് 4 പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി ലിവിംഗ് ഇൻ ദ പ്ലേസ് ഓഫ് ഹാർമണി. അപ്പോൾ മൊറാലിറ്റി എന്തൊക്കെയാണ്, നമ്മുടെ ഡെമോക്രസിയിൽ എന്തിന് നമ്മൾ ജീവിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആൻഡ് ബ്ലോക്ക് 2 ചേഞ്ചിങ് കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്. അതിൽ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ് എന്തൊക്കെയാണ്. ആൻഡ് യൂണിറ്റ് 2 വാല്യൂസ് എൻഷ്രൈൻഡ് ഇൻ ഇന്ത്യൻ ഫിലോസഫി. യൂണിറ്റ് 3 കൾച്ചറൽ പ്ലൂറലിസം ഇൻ ഇന്ത്യൻ സൊസൈറ്റി. യൂണിറ്റ് 4 വാല്യൂസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ആൻഡ് ബ്ലോക്ക് 3 വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ തിയറീസ് ഓഫ് ഗുഡ്നെസ് എന്താണ്, യൂണിറ്റ് 3 തിയറീസ് ഓഫ് കണ്ടന്റ് എന്താണ്, ആൻഡ് യൂണിറ്റ് 3 റീസൺസ് ആൻഡ് ഇമോഷൻസ് ഇൻ ഹ്യൂമൻ കണ്ടന്റ്. ആൻഡ് യൂണിറ്റ് 4 ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റീസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പേപ്പർ തന്നെയാണ്, നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന തന്നെയാണ് എല്ലാ പേപ്പേഴ്സും. ആൻഡ് ബ്ലോക്ക് 4 സോഷ്യൽ ഡൈനാമിക്സ് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ്. യൂണിറ്റ് 1 പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ. Unit 2 social and interaction and human values. Unit 3 values conflict and resolutions. Unit 4 process of human adjustment. And block 5 social linkage. അതായത് യൂണിറ്റ് 1 നമ്മൾ വാല്യൂ ഡെവലപ്മെന്റ് ത്രൂ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫാമിലി ആൻഡ് നൈബർഹുഡ്. ആൻഡ് യൂണിറ്റ് 2 സ്കൂൾ ആൻഡ് പിയേഴ്സ്. യൂണിറ്റ് 3 റോൾ ഓഫ് പാരന്റ്സ്. യൂണിറ്റ് 4 ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ്. സോ ഇത്രയാണ് നമ്മുടെ കോഴ്സസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും, എന്നാലും നമുക്ക് എത്ര സബ്ജക്റ്റ് ഉണ്ടോ അത്രയും സബ്ജക്റ്റിന്റെ അസൈൻമെന്റ്സ് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ഇയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സാംസും അസൈൻമെന്റ്സും ആണ് ഏറ്റവും കൂടുതൽ മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത്. സോ അസൈൻമെന്റ്സ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ സ്റ്റഡി സെന്ററിലാണ് നമ്മൾ നമ്മുടെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത്.
നമുക്ക് മാർച്ച് 31 ആയിരിക്കും നമ്മുടെ അസൈൻമെന്റ് സബ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ സ്റ്റഡി സെന്റേഴ്സ് ആണ് നമ്മുടെ അസൈൻമെന്റ്സിന് മാർക്ക് ഇടുന്നതും അവരാണ് വാല്യൂ ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം നമ്മൾ ഫോളോ ചെയ്യാനായിട്ട്. ഓക്കെ, ജനറൽ ആയിട്ട് പറയുന്ന റൂൾസുകളുണ്ട്. അസൈൻമെന്റ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ A4 നമ്മൾ എഴുതേണ്ടത്. 4 സെന്റിമീറ്റേഴ്സ് സ്റ്റാർട്ടിംഗ് ഏരിയയിലുള്ള മാർജിനും ബാക്കിയെല്ലാം 2 സെന്റിമീറ്റേഴ്സ് വീതം മാർജിൻ വിടണം. അതുപോലെ നമ്മൾ കളേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല, വൈറ്റർ യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരാറുണ്ട്. ബട്ട് ഇറ്റ് ഡിപ്പെൻസ് സ്റ്റഡി സെന്റേഴ്സ് ആണ്. നമ്മുടെ സ്റ്റഡി സെന്റർ എന്താണോ പറയുന്നത് ആ റൂൾസ് മാത്രമായിരിക്കും നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ഏകദേശം ഒരു ഒക്ടോബർ നവംബർ ആ സമയമാകുമ്പോഴേക്കും ആയിരിക്കും ഇതിനു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ റിലീസ് ചെയ്യുന്നത്. നമ്മുടെ എക്സാം പാറ്റേണിന്റെയും അസൈൻമെന്റ് പാറ്റേണിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. നമുക്ക് 20 മാർക്കിന്റെ essay എഴുതാനായിട്ടുണ്ടായിരിക്കും. 10 അല്ലെങ്കിൽ 12 മാർക്കിന്റെ ഷോർട്ട് essay എഴുതാനായിട്ടുണ്ടായിരിക്കും. 5-6 മാർക്ക് എഴുതുന്ന ഷോർട്ട് നോട്ടുകൾ നമുക്ക് എഴുതാനായിട്ടുണ്ടായിരിക്കും. സെയിം പാറ്റേൺ തന്നെയാണ് നമുക്ക് അസൈൻമെന്റ്സും എക്സാംസും. സെക്ഷൻ A, B, C എന്ന് പറയുന്ന 3 സെക്ഷനിലായിട്ടായിരിക്കും ഇത് വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, സോ നമുക്ക് അസൈൻമെന്റ്സിന്റെ കാര്യത്തിൽ ഡീറ്റെയിലിംഗ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ഫസ്റ്റ് ഇയറിൽ 8 സബ്ജക്ട് ഉണ്ടെങ്കിൽ 8 അസൈൻമെന്റ്സ് നമുക്ക് വെക്കണം. നമ്മൾ A4 ആൻസേഴ്സ് എഴുതേണ്ടത്. സോ അസൈൻമെന്റ്സ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പും ഗൈഡൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അതെന്താന്നുള്ളത് നമ്മൾ കമ്മിങ് പറയുന്നതായിരിക്കും കേട്ടോ. സോ പിന്നെ അസൈൻമെന്റ്സ് എല്ലാം തന്നെ 100-ലോട്ടാണ്. നമുക്ക് 35% ആണ് ഓരോ അസൈൻമെന്റ്സിനും പാസ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ സ്റ്റഡി സെന്റർ പറയുന്ന ആ ഒരു സമയത്തായിരിക്കും നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ആൻസേഴ്സ് എഴുതിയതിന് മുകളിലായിട്ട് നമ്മുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് എടുത്തത്, അതുപോലെ ഇവാലുവേഷൻ ഷീറ്റ്, ഫ്രണ്ട് ഷീറ്റ്, ഇങ്ങനെയുള്ള ഷീറ്റുകൾ വെച്ച് അത് പഞ്ച് ചെയ്ത് നൂല് വെച്ച് കെട്ടിയിട്ടാണ് നമ്മൾ സ്റ്റഡി സെന്ററിൽ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ 8 അസൈൻമെന്റ്സിനും 8 ഫ്രണ്ട് ഷീറ്റ് വേണം, 8 ഇവാലുവേഷൻ ഷീറ്റ് വേണം, അതുപോലെ 8 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സ്റ്റഡി സെന്ററിൽ നിന്നും കിട്ടുന്ന ഫോമാണ് അക്നോളജ്മെന്റ് ഫോം എന്ന് പറയും. അതായത് നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു പ്രൂഫ് ആയിട്ടാണ് നമുക്കത് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രൂഫ് നിങ്ങൾ നിർബന്ധമായിട്ടും കൈപ്പറ്റിയിരിക്കണം. ഇനി ഇൻ കേസ് നമ്മുടെ സ്റ്റഡി സെന്റേഴ്സ് പറയുവാണ് അങ്ങനെ ഒരു അക്നോളജ്മെന്റ് സ്ലിപ്പ് നമ്മൾ സ്റ്റഡി സെന്റേഴ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് അതിൽ ഡീറ്റെയിൽസ് ഫിൽ ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് സീലോ സൈനോ ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് രജിസ്റ്ററിൽ സൈൻ ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് ഫോട്ടോ എടുക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രൂഫ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതിനോട് മുന്നോടിയായിട്ട് ഈ ഒരു അസൈൻമെന്റ്സിന്റെ ഒരു ഫോട്ടോസ് അല്ലെങ്കിൽ ഒരു വീഡിയോ നിങ്ങൾ എടുത്തു വെക്കാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തായിട്ട് നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻസ്. നമുക്ക് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇയർ വൈസ് ആയിട്ടാണ് നമ്മുടെ പ്രോഗ്രാം പോകുന്നത്. ഓക്കെ, നമ്മൾ പഠിക്കുന്നതെല്ലാം സെം വൈസ് ആയിട്ടായിരിക്കും. നമുക്ക് ഇയർ വൈസ് ആയിട്ടാണ് എക്സാംസ് വരുന്നത്. സോ നെക്സ്റ്റ് ജൂണിലായിരിക്കും നമുക്ക് ഫസ്റ്റ് ഇയറിന്റെ എക്സാംസ് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ജൂണിൽ എക്സാംസ് വരുമ്പോൾ ഏകദേശം ഒരു ഏപ്രിൽ മന്ത് ആകുമ്പോഴാണ് നമ്മൾ എക്സാംസിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത്. ആ ഒരു രജിസ്റ്റർ ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മുടെ എക്സാം സെന്റേഴ്സും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. എക്സാംസിൽ നമുക്ക് 7 സബ്ജക്റ്റുകൾ നമുക്ക് 100-ലോട്ടാണ് വരുന്നത്. 35% ആണ് നമ്മുടെ പാസ് മാർക്ക് എന്ന് പറയുന്നത്. എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്ട് നമുക്ക് വരുന്നത് 50 മാർക്കിലോട്ടാണ്. അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റിന് 4 ഓപ്ഷൻസും കാണും. അപ്പോൾ നമുക്ക് അതിൽ 18 മാർക്ക് മാത്രം മതി നമുക്ക് അതിൽ പാസ് മാർക്ക് ആയിട്ട്. ബാക്കി എല്ലാ സബ്ജക്റ്റും 100-ലോട്ട് തന്നെയാണ്. 35% ആണ് നമുക്ക് അതിന്റെ പാസ് മാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇതിന് ഒരു ഇയറിൽ 2 ടൈംസ് ആണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഒന്ന് ജൂണിലും പിന്നെ ഒന്ന് ഡിസംബറിലുമാണ്. ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ഫസ്റ്റ് ഇയറിന്റെ എക്സാംസ് വരുന്നത് ജൂണിലായിരിക്കും. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കൊണ്ട് അല്ലെങ്കിൽ എമർജൻസി കൊണ്ട് ഏതെങ്കിലും 1-2 എക്സാംസ് നമുക്ക് ജൂണിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എക്സാം നമുക്ക് നെക്സ്റ്റ് വരുന്ന ഡിസംബറിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി നമ്മുടെ ഫൈനൽ സ്കോർ ഇടുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അസൈൻമെന്റ്സ് 100-ലോട്ടാണ്, എക്സാംസ് 100-ലോട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മുടെ ടോട്ടൽ മാർക്ക് കിട്ടുന്നതും 100-ലോട്ട് തന്നെയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എക്സാംസ് എഴുതി കിട്ടിയ മാർക്കിന്റെ 70% പ്ലസ് അസൈൻമെന്റ്സ് എഴുതി കിട്ടിയ മാർക്കിന്റെ 30%. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഫൈനൽ സ്കോർ 100-ലോട്ടായിരിക്കും നമുക്ക് ഇടുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതായത് എക്സാംസ് ഒരു സബ്ജക്ട് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് നിങ്ങൾ എക്സാംസ് എഴുതി നിങ്ങൾക്ക് 100-ലൊരു 80 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയ 80 മാർക്കിന്റെ 70%ഉം അതുപോലെ മൈക്രോ എക്കണോമിക്സിന്റെ അസൈൻമെന്റ് നിങ്ങൾ നേരത്തെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് 100-ലൊരു 90 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 90 മാർക്കിന്റെ 30%, ഓക്കെ, ആ ഒരു 30%ഉം ഈ ഒരു 70%ഉം ഇത് രണ്ടും ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഫൈനൽ സ്കോർ ഇടുന്നുണ്ടായിരിക്കുക.
അങ്ങനെയാണ് നമ്മുടെ 100 കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് വരുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ലെയിൻ വൈസിന്റെ സപ്പോർട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് ഡീറ്റെയിലിംഗ് ആയിട്ട് പറയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഫാത്തിമ മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ആൻഡ് ഓവർ ടു യു മാം. ഓക്കെ, സോ ഹായ് എവ്രി വൺ. സോ തൗസീൻ മാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് സബ്ജക്ട് റിലേറ്റഡ് അല്ലെ, ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, എക്സാംസ്, അസൈൻമെന്റ്സ്, ഇതൊക്കെ ഇൻ ഡീറ്റെയിൽ പറഞ്ഞു. സോ ഇനിയിപ്പോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ലേൺ വൈസിന്റെ ഭാഗത്തുനിന്നും ദറ്റ് എന്തൊക്കെ കൈൻഡ് ഓഫ് റിസോഴ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ദ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് റെക്കോർഡ് ആയിട്ടുള്ള ലെക്ചർ ക്ലാസ്സസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ വി ഹാവ് എന്താണ് ഹെൽപ്പ് ബുക്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലൈക്ക് വാല്യൂ ആഡഡ് നോട്ട്, അതുപോലെ SLM ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ലെക്ചർ ഷൂട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീ റെക്കോർഡ് ആയിട്ട് എന്ത് ആപ്പിൽ വീഡിയോ ക്ലാസ്സസും കാര്യങ്ങളും എല്ലാം ഓരോ ബ്ലോക്ക് വൈസ് നിങ്ങൾ നേരത്തെ കണ്ടു, എല്ലാ സബ്ജക്റ്റിനും ഓരോ ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഡിഫറെന്റ് യൂണിറ്റ്സ് വരുന്നുണ്ട്. സോ ആ ഒരു യൂണിറ്റ് വൈസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ സബ്ജക്റ്റിനെയും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് സെപ്പറേറ്റ് ഫോൾഡറിൽ വി പ്രൊവൈഡ് ലെക്ചർ ഷൂട്ട്സ്. ഓക്കെ, പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ലെക്ചർ ഷൂട്ട്സ് ആയിരിക്കും നമ്മൾ ആപ്പിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ റിഗാർഡിംഗ് ദിസ് വാല്യൂ ആഡഡ് നോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഷോർട്ട് നോട്ട് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഒരു ഒറ്റ നോട്ടത്തിൽ ആ ഒരു വാല്യൂ ആഡഡ് നോട്ട് എടുത്താൽ ആ ഒരു ഹോൾ സബ്ജക്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് കുറച്ച് പോയിന്റ് വൈസ് ആയിട്ട് വേഗം മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാല്യൂ ആഡഡ് നോട്ട് കൊടുക്കുന്നത്. ഇപ്പോ ഇവിടെ ഇഗ്നോന്റെ SLM നെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ, സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ എന്നുള്ളത്. സോ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇഗ്നോ നിങ്ങൾക്ക് വേണ്ടി പഠിക്കാൻ പ്രൊവൈഡ് ചെയ്തു തരുന്ന ടെക്സ്റ്റ് ബുക്കാണ് എന്തെന്ന് പറയുന്നത്, സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ SLM. അതിന്റെ ഷോർട്ടാണ് SLM എന്ന് പറയുന്നത്. സോ നമ്മൾ ഇതും ആപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SLMന്റെ PDF ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇഗ്നോ ഈ പറഞ്ഞ SLM എന്ത് ചെയ്ത് തരും, നിങ്ങൾക്ക് ബൈ പോസ്റ്റ് അയച്ചു തരും. പക്ഷെ ഇപ്പം അയച്ചു തരുമ്പോൾ അതൊരു കുറച്ച് ലേറ്റ് ആവുമായിരിക്കും. സോ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ആപ്പിൽ പോയാൽ ആ കണ്ടന്റിന്റെ ഉള്ളിൽ വീഡിയോ ക്ലാസ്സിന്റെ താഴെയായിട്ട് തന്നെ ഓരോ ക്ലാസ്സിന്റെയും അണ്ടറിൽ ആ പെർട്ടിക്കുലർ എന്താണ് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ അത് എന്ത് ചെയ്യുക, അത് പഠിക്കുക. ഓക്കെ, സോ അതിന്റെയും ഷോർട്ട് നോട്ട് ആയിരിക്കും എന്തെന്ന് പറയുന്നത് വാല്യൂ ആഡഡ് നോട്ട്. അത് നമ്മൾ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്തു തരുന്ന ഹെൽപ്പ് ബുക്ക് ആണ്. പിന്നെ എന്ന് പറയുമ്പോൾ വി പ്രൊവൈഡ് എക്സാം PDF പോലുള്ള എന്താണ് PDFസും കാര്യങ്ങളൊക്കെ ആപ്പിൽ അവൈലബിൾ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന ഓരോ ക്ലാസ്സസ് കാണുമ്പോഴും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ ബ്ലോക്സ് കവർ ചെയ്യുന്ന അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ഹോൾ ആയിട്ടുള്ള ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു നോട്ട്ബുക്ക് ഒക്കെ എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ എക്സാം PDF എന്ന് പറയുന്ന എന്താണ് ബുക്ക്. ഓക്കെ, സോ ദ നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ട്രാക്ക് പാത്ത്. ഇപ്പോ നമുക്കറിയാം ഇപ്പൊ ഇഗ്നോയില് ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന മിക്കവരെന്ന് പറയുമ്പോഴത്തേക്കും ജോലിയുള്ള ആളുകൾ അല്ലെങ്കിൽ തിരക്കുള്ള ആളുകൾ അങ്ങനെയൊക്കെ ആളുകളൊക്കെയാണ് കൂടുതലും ഇതെന്ത് ചെയ്യുന്നത്, ഓപ്റ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് മിക്കപ്പോഴും ഈവൻ ഇപ്പൊ ഹൗസ് വൈഫ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ ചില ബിസി ആയിട്ട് സ്കെഡ്യൂൾസ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. സോ അങ്ങനെ ബിസി വീക്കാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ്സസ് കാണാം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആപ്പിൽ അവൈലബിൾ ആണെന്നുള്ളത്. സോ ദാറ്റ് നിങ്ങൾക്ക് അവിടെ അതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പൊ 1x എന്ന് പറഞ്ഞാൽ അതൊരു നോർമൽ സ്പീഡാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ബിസി വീക്കാണ്, നിങ്ങൾക്ക് പറഞ്ഞതുപോലെ ടൈം ടേബിൾ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 1.25x സ്പീഡിൽ നിങ്ങൾക്ക് വീഡിയോ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്തിട്ട് യു ക്യാൻ വാച്ച്. അപ്പൊ എന്ത് ചെയ്യാം, അതിന്റെ സ്പീഡ് കൂടുകയാണല്ലോ. അപ്പൊ നിങ്ങൾ കുറഞ്ഞ സമയത്തിൽ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പ്ലസ് നിങ്ങൾക്ക് ഈ പറയുന്ന വാല്യൂ ആഡഡ് നോട്ട് പോലുള്ള ഷോർട്ട് നോട്ടും കൂടി നിങ്ങൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കുറച്ചുകൂടെ അത് മനസ്സിലാവും. അതാണ് നിങ്ങളുടെ ഫാസ്റ്റ് ട്രാക്ക് പാത്തിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. ആൻഡ് ഗോയിങ് ടു ദി സെക്കൻഡ് പോയിന്റ്, നിങ്ങൾക്ക് എക്സാം പീഡിക പോലുള്ള എന്താണ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും നിങ്ങൾക്ക് റെഫർ ചെയ്യാം. എക്സാം അടുക്കുന്ന സമയത്ത് ഇനിയിപ്പോ നിങ്ങൾ വളരെ ബിസിയാണ്, നിങ്ങൾക്ക് മുന്നേ ഉള്ള ക്ലാസ്സസും നോട്ട്സും ഒന്നും നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദറ്റ് യു ക്യാൻ യൂസ് എക്സാം പീഡിയ. അതുപോലെ PYQA എന്ന് പറഞ്ഞിട്ട് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, PDFസും കാര്യങ്ങളും ഒക്കെ ആപ്പിൽ അവൈലബിൾ ആക്കും. ആൻഡ് ഓൾസോ ആ സെയിം തന്നെ വീഡിയോ സീരീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാം പീഡിയയും അതുപോലെ PYQA ഒക്കെ എന്ത് ചെയ്യാം,
നിങ്ങൾക്ക് റെഫർ ചെയ്തിട്ട് നിങ്ങളുടെ എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ചില ക്ലാസ്സസ് കാണുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഏരിയാസിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ടഫ് ആയിട്ടും അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടും ഒക്കെ ചിലപ്പോൾ തോന്നാം. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു ടഫ് കോൺസെപ്റ്റ് ഏതാന്ന് വെച്ചാൽ അതിനെ പിക്ക് ചെയ്തിട്ട് അതിൽ ഇപ്പൊ നമ്മുടെ വാല്യൂ ആഡഡ് നോട്ട് അല്ലെങ്കിൽ SLM-ലൊക്കെ ചിലപ്പോൾ അതിന്റെ എന്താ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ കാണും. സോ അത് എന്ത് ചെയ്യാം, അത് ഹൈലൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതൊരു സെപ്പറേറ്റ് ബുക്കിൽ മാർക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു കോൺസെപ്റ്റിനെ കുറച്ചുകൂടെ എന്ത് ചെയ്യാം, കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ലെക്ചർ എന്താ വീഡിയോസും കാര്യങ്ങളും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ടഫ് കോൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ആണ് അല്ലെ, നിങ്ങൾക്ക് എത്ര തവണ വേണമെന്നുണ്ടെങ്കിലും ആപ്പിൽ കയറിയിട്ട് ആ വീഡിയോ ക്ലാസ്സസ് കാണാൻ വേണ്ടി പറ്റും. സോ ആ ലെക്ചേഴ്സ് എന്ത് ചെയ്യാം, സ്ലോലി പതുക്കെ എന്ത് ചെയ്യാം, ഇപ്പൊ 1.25x മാറ്റി നമുക്ക് വേണമെങ്കിൽ 1x ഇട്ടിട്ട് പതുക്കെ ആ റെക്കോർഡ് സെഷൻസ് കാണാം. ടഫ് കോൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് മാത്രം ആ ഒരു രീതിയിൽ ഫോളോ ചെയ്താൽ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ആൻഡ് ദെൻ എക്സാം PDF എന്ത് ചെയ്യാം, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് പഠിച്ച കാര്യം, ടഫ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാം PDF ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ആൻസേഴ്സ് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഉള്ള ടൂൾസ് ആണ്. സോ റെക്കോർഡ് ലെക്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തിനാണ് ഈ പറയുന്ന റെക്കോർഡ് ലെക്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ ഇത് കാണേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വീഡിയോ കാണണം അല്ലെ, ടൈം ടേബിൾ പ്രകാരം നിങ്ങൾക്ക് വീഡിയോ കാണണം, എങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് മനസ്സിലാവത്തുള്ളൂ. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ പറയുന്ന റെക്കോർഡ് ലെക്ചേഴ്സ് നിങ്ങൾക്ക് റിവിഷൻ സമയത്ത് നിങ്ങളുടെ എക്സാമിൻ ടൈമിലൊക്കെ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ കാര്യം ഒന്നുകൂടെ കാണണം, റിവൈസ് ചെയ്യണം എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റെക്കോർഡ് ലെക്ചേഴ്സ് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ഹൗ എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന 1.25x ഇട്ടാൽ ഒരു ഷോർട്ട് പീരീഡിൽ ആ ഒരു ഹോൾ വീഡിയോ ക്ലാസ്സസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് പോസ് ചെയ്യാം അല്ലെ, നിങ്ങൾക്ക് ഒരു കാര്യം, ഒരു ഡെഫിനിഷൻ ഇപ്പൊ നമ്മളുടെ ആ ഒരു വീഡിയോ ക്ലാസ് കാണുമ്പോൾ ആ സാറോ അല്ലെങ്കിൽ ആ മാമോ എടുക്കുന്ന വീഡിയോ ക്ലാസ്സിൽ അവർ പറയുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് PPT നിങ്ങൾക്ക് കുറച്ചുകൂടി ക്യാച്ചി ആയിട്ട് തോന്നിയാൽ ദാറ്റ് യു ക്യാൻ പോസ് ദ വീഡിയോ, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലെക്ചർ നോട്ടായിട്ട് നിങ്ങൾക്ക് അത് ഏതെങ്കിലും ഒരു ബുക്കിൽ എഴുതിയിടാം. ആൻഡ് ഓൾസോ യു ക്യാൻ ആഡ് ടൈം സ്റ്റാമ്പ്സ്. ടൈം സ്റ്റാമ്പ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോ നമ്മൾ ഏതെങ്കിലും ഒക്കെ ബുക്സ് വായിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു നോവൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് ബുക്ക്, അപ്പൊ നമ്മൾ ചിലപ്പോൾ ബുക്ക് മാർക്ക് ഒക്കെ ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യും അല്ലെ, ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ നമുക്ക് ഒന്നും കൂടെ വായിക്കണം, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ പോസ് ചെയ്തത് അവിടെ ചിലപ്പോൾ നമ്മൾ പിന്നീട് ആ ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പം എവിടെ കൊണ്ടാണ് നിർത്തിയെന്നുള്ളത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല. സോ ദാറ്റ് ഇപ്പൊ നിങ്ങൾ ബുക്ക് മാർക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ബുക്ക് മാർക്ക് ഓപ്പൺ ചെയ്താൽ ഓക്കെ ഇവിടെ കൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത്, നെക്സ്റ്റ് ഇനി എവിടെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് യു വിൽ ഗെറ്റ് എൻ ഐഡിയ. അപ്പൊ അത്ര ആ ഒരു സെയിം കാര്യം തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. ഇപ്പൊ ഒരു സർ ഒരു വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഫോർ എക്സാമ്പിൾ ഒരു 10ാമത്തെ മിനിറ്റിലാണ് നിങ്ങൾക്ക് ഒരു ഫോർമുല സാർ ഡിസ്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് അത് നോട്ട് ഡൗൺ ചെയ്യാം. ആ ഒരു 10.5 മിനിറ്റിൽ സർ ഒരു ഫോർമുല പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവിടെ ഫോർമുല എന്നുള്ള ഒരു ഹിന്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു മിനിറ്റ് എടുത്താൽ നിങ്ങൾക്ക് എഗെയിൻ റിവൈസ് ചെയ്യുന്ന സമയത്ത് ആ പെർട്ടിക്കുലർ മിനിറ്റ് ആ ഒരു വീഡിയോയിൽ നിങ്ങൾ ഡ്രാഗ് ചെയ്തിട്ട് ആ പെർട്ടിക്കുലർ മിനിറ്റിൽ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ആ ഫോർമുല എവിടെ കിടക്കുന്നത് എന്നുള്ളത് കാണാം. പിന്നീട് നിങ്ങൾ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എവിടെയായിരുന്നു ആ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ഹോൾ വീഡിയോ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ സാധനം ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതാണ് ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത്. ടൈം സ്റ്റാമ്പ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, വളരെ ക്ലിയർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, സോ അതാണ് അവിടെ പറയാനുള്ളത്. ദെൻ ഈ പറയുന്ന ഹെൽപ്പ് ബുക്ക് നേരത്തെ പറഞ്ഞായിരുന്നു വാല്യൂ ആഡഡ് നോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത്. സോ വാല്യൂ ആഡഡ് നോട്ട് നോക്കേണ്ട ഒരു സിറ്റുവേഷൻ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കിപ്പോ എക്സാമിന്റെ ആ ഒരു ടൈമാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്കിപ്പോ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ആ ഒരു ഹോൾ ഐഡിയ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ ആഡഡ് നോട്ട് നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും. വളരെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഷോർട്ട് എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ഡയഗ്രാംസ് ഒക്കെ ആയിരിക്കും വാല്യൂ ആഡഡ് നോട്ടിൽ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേഗം നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെൽപ്പ് ബുക്ക് ആണ് എന്തെന്ന് പറഞ്ഞാൽ വാല്യൂ ആഡഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ യൂണിറ്റിന്റെ ഓവർവ്യൂ അല്ലെങ്കിൽ ഷോർട്ട് എക്സാമ്പിൾസ്, കീ ടേംസ്, ഒരു സമ്മറി പോലൊരു സാധനമാണ് വാല്യൂ ആഡഡ് നോട്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ജസ്റ്റ് ഇപ്പോ ഒരു വലിയൊരു 3-4 എന്താ പറയാ സെന്റൻസ് ഒക്കെയുള്ള ഡെഫിനിഷൻസ് ആണ് നിങ്ങളുടെ SLM-ൽ കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വലിയ പാരഗ്രാഫിൽ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വാല്യൂ ആഡഡ് നോട്ടിലേക്ക് വരുമ്പോൾ അത് ചിലപ്പോൾ ഒരു ലൈനിലോ 2 ലൈനിലോ ഒക്കെ ആയിരിക്കും നമ്മളത് ഷോർട്ട് ആക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ടൈം സേവ് ചെയ്തിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാം, ആ ഒരു ഐഡിയ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അതാണ് വാല്യൂ ആഡഡ് നോട്ട്. നെക്സ്റ്റ് എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറഞ്ഞാൽ
എന്താ നമുക്ക് എക്സാമിന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം ഫ്രെയിം ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ബുക്കാണ് ഈ പറഞ്ഞ എക്സാം പീഡിയ അല്ലെങ്കിൽ എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറഞ്ഞാൽ. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ എക്സാമിന്റെ സമയത്ത് മാത്രമല്ല ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ ആ ഒരു ഫുൾ സബ്ജക്ട് കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാം പീഡിയ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ആ ഒരു എന്താ പറയാ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമിന് നിങ്ങൾ എങ്ങനെ ഇരുന്ന് എക്സാം എഴുതുന്നു ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ എഴുതി നോക്കാം. അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ആ ഒരു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് എക്സാം പീഡിയ. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് ആണ്. നേരത്തെ തേഴ്സിൻ മാം പറഞ്ഞായിരുന്നല്ലേ, നിങ്ങൾക്ക് ഇപ്പോ നെക്സ്റ്റ് ഇയറിൽ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നവരാണ്. സോ ഇപ്പൊ ഒരു 6 സബ്ജക്റ്റ് ആണ് നിങ്ങൾ എഴുതുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 6 സബ്ജക്റ്റിന്റെയും അസൈൻമെന്റ്, പിന്നെ ജസ്റ്റ് 6 എന്ന് പറഞ്ഞ കേട്ടോ, ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എത്ര സബ്ജക്റ്റ് ആണോ അതിന്റെ ഒക്കെ എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ അത്രയും സബ്ജക്റ്റിന്റെയും അസൈൻമെന്റ് എവിടെ സബ്മിറ്റ് ചെയ്യണം, നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആപ്പിലെ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് എന്ന് പറയുന്ന ഫോൾഡർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് പോയിന്റ് വൈസ് ആയിട്ടും കുറച്ച് സെന്റൻസ് വൈസ് ഒക്കെ ആയിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അണ്ടറിൽ ആൻസേഴ്സ് എഴുതേണ്ട രീതി എങ്ങനെയാണെന്ന് അവിടെ ഡിഫൈൻ ചെയ്യുകയും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പോയിന്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യും. സോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അസൈൻമെന്റ്സ് എഴുതാം. സോ ഈ നോക്കിയിട്ട് അസൈൻമെന്റ്സ് എഴുതാന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് കോപ്പി അടിച്ച് വെക്കുക എന്നുള്ളതല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുക ഐഡിയ ഇല്ല അല്ലെ, അസൈൻമെന്റ് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതിൽ എന്തൊക്കെ പോയിന്റ്സ് ആയിരിക്കും ആഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ പോയിന്റ്സ് ആഡ് ചെയ്താലാണ് കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ഉള്ളതിൽ നിങ്ങൾക്ക് കുറെ കൺഫ്യൂഷൻസ് കാണും. സോ ഒരു അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്കിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുകയാണ്. ഓക്കെ, ഇന്ന പോയിന്റ്സ് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല സ്കോർ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നേടിയെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്കിലൂടെ കിട്ടുന്നത്. സോ ആ പോയിന്റ്സും അതേപോലെ നമ്മളുടെ ഇഗ്നോയിൽ നിന്ന് കിട്ടുന്ന ടെക്സ്റ്റ് ബുക്ക് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, അസൈൻമെന്റ് ആൻസേഴ്സ് എഴുതാൻ വേണ്ടി നോക്കുക. ബിക്കോസ് എക്സാമിന് മുന്നേ നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കാൻ വേണ്ടി കൂടിയാണ് ഈ പറയുന്ന അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാന്ന് പറയുന്നത്. അല്ലാണ്ട് ഇപ്പൊ ചിലപ്പോൾ നമ്മൾ പണ്ടൊക്കെ അസൈൻമെന്റ് ചെയ്താന്ന് പറയുമ്പോൾ നമ്മൾ എന്താ നെറ്റ് സെർച്ച് ചെയ്യുക, ആസ് സച്ച് അത് ഡയറക്ട്ലി കോപ്പി ചെയ്യുക, അങ്ങനെയൊക്കെയാണ് അല്ലെ. പക്ഷെ ഇപ്പൊ ഇവിടെ നോക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനിലൊക്കെ ആ ഒരു ലെവലിൽ ഇരിക്കുന്ന ലേണേഴ്സ് ആണ്. സോ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആക്കി കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് ഫുൾ കോപ്പി അടിച്ച് വെക്കാണ്ട് നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സും കൂടി എന്ത് ചെയ്യാൻ വേണ്ടി നോക്കാം, യൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം. So that is all about assignment answer guidebook. Next PYQA എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മൾ അനലൈസ് ചെയ്യുന്ന ഒരു 4 to 5 ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന ഏത് ബാച്ച് ആണോ ആ ബാച്ചിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് വെച്ചിട്ട് നമ്മൾ ഒരു PDF നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോ സീരീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ PYQA എന്ന് പറയുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വിത്ത് മെന്റർഷിപ്പ് ബാച്ചിലുള്ള കുട്ടികൾക്ക് ലേണേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നോട്ട് ചെയ്യുക, വിത്ത് മെന്റർഷിപ്പ് ബാച്ചിലുള്ളവർക്കാണ് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് സെഷൻസ് ഉണ്ട്. നമ്മൾ ടൈം ടേബിൾ കുറച്ച് കഴിയുമ്പോൾ ലോഞ്ച് ചെയ്യുമ്പോൾ അതിൽ പറയുന്നുണ്ട് എങ്ങനെ ലൈവ് സെഷൻസ് വരുന്നതെന്നുള്ളത്. സോ ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ ബ്ലോക്ക് കവർ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മെന്റർഷിപ്പിലുള്ള ലേണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈവ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യും. സോ ലൈവായിട്ട് എന്താണ് നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതിന്റെ ഒരു സമ്മറി ആയിരിക്കും ലൈവില് ഫാക്കൽറ്റി എടുക്കുന്നത്. അപ്പൊ ലൈവിന്റെ എൻഡിൽ നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ദെൻ എക്സാം സ്പെഷ്യൽ ആയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സാമിന്റെ സമയത്താണെന്നുണ്ടെങ്കിലും അതിന്റെ സ്പെഷ്യൽ ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇഗ്നോ മോഡൽ എക്സാംസ് നമ്മൾ എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. നിങ്ങളുടെ എക്സാമിന് ഒരു 2-3 months ബാക്ക് ആയിട്ട് നമ്മൾ ഇഗ്നോയുടെ മോഡൽ എക്സാംസും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതും അഗെയിൻ മെന്റർഷിപ്പിലുള്ള ആളുകൾക്കാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ടേംഡ് എക്സാമിനേഷൻ ഹെൽപ്പ് ഡെസ്ക്, വാട്സപ്പിൽ നമ്മളുടെ ഹെൽപ്പ് ഡെസ്കും കാര്യങ്ങളും നമ്പേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. ആൻഡ് ഓൾസോ വി പ്രൊവൈഡ് ഹാപ്പിനെസ് അംബാസിഡർ. അതായത് ഇപ്പോൾ നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ. സോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആൻസൈറ്റി, പ്രഷർ, ടെൻഷൻ, എനിത്തിങ് റിലേറ്റഡ് ടു യുവർ സ്റ്റഡീസ്, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്ററിനെ കണക്ട് ചെയ്താൽ മെന്റർ ഒരു ലിങ്ക് അയച്ചു തരും. ആ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് ഒരു 1/2 an hour ഓഫ് ഫ്രീ കൗൺസിലിംഗ് സെഷൻ ബുക്ക് ചെയ്യാൻ
വേണ്ടിയിട്ടുള്ള ഒരു സ്ലോട്ട് അതാണ് ആ ഒരു ലിങ്കിലുള്ളത്. അതിൽ കയറിയാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം, നിങ്ങൾക്കൊരു ഫ്രീ സെഷൻ കിട്ടും. ഇതാണ് ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് തിങ് EEP ആണ്. ഇപ്പൊ അറിയാം നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഏതൊരു ജോലിക്ക് പോയാലും ഇന്റർവ്യൂവിന് പോയാലും ഒക്കെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അതേപോലെ ഇപ്പൊ നിങ്ങൾ എക്സാം എഴുതാനാണെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അതാണ് EEP എന്ന് പറയുന്നത്. ദെൻ കരിയർസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്സ്കില്ലിംഗ്, കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത്രയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈം ടേബിൾ എന്ത് ചെയ്തിട്ടുണ്ട്, റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ട് യു ക്യാൻ സ്റ്റാർട്ട് വാച്ചിങ് വീഡിയോ ക്ലാസ്സസ്. ഓക്കെ, അപ്പം ഇതിന് വേണ്ടിയിട്ട് ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തൗസിൻ മാമിനെ വൺസ് അഗെയിൻ വെൽക്കം ചെയ്യാണ്. മാം, ഓവർ ടു യു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടൈം ടേബിൾ ആയിട്ട് വരുന്നത്. ഈ ഒരു ടൈം ടേബിൾ എന്താന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി ഇവിടെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 11 ഓഗസ്റ്റ് 2025 ഏത് ഡേ ആണ് എന്നത് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ ദിവസം ആ ഏത് ദിവസം ഏത് സബ്ജക്റ്റിന്റെ ഏത് വീഡിയോ നിങ്ങൾ കാണണം എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഈ ഒരു ടൈം ടേബിൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഡേ നമുക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ ഈ സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്തമാറ്റിക് മെത്തഡ്സ് ഇൻ എക്കണോമിക്സ് ഫസ്റ്റിലാണ്. ആ ഒരു പേപ്പറാണ് നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ ഒരു പേപ്പർ കംപ്ലീറ്റ്ലി എൻഡ് ആയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ നെക്സ്റ്റ് പേപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡക്ഷൻ വീഡിയോ കാണണം. പിന്നെ അതേ ദിവസം തന്നെ ലെസൺ 1 ബ്ലോക്ക് 1 ലെസൺ 1 എന്ന് പറയുന്ന മാത്തമാറ്റിക് മെത്തഡ്സ് എക്കണോമിക്സ് പാർട്ട് 1 BECC 102 ലെസൺ 1 എന്ന് പറയുന്ന വീഡിയോ ആയിരിക്കണം ഓഗസ്റ്റ് 11 നിങ്ങൾ കണ്ടിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 12 നമ്മൾ കാണേണ്ടത് ലെസൺ 2 എന്ന് പറയുന്ന വീഡിയോ ആണ്. കൂടാതെ ലെസൺ 3 2 വീഡിയോസ് വെച്ചിട്ടാണ് ഡെയിലി നമ്മൾ കണ്ടുപോകേണ്ടത്. ഓക്കെ, അതുപോലെ ഫാത്തിമ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലൈവ് സെക്ഷൻസ് വരുന്നത് ഒരു ബ്ലോക്ക് വൈസ് ആയിട്ടാണ്. സോ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു യെല്ലോ ലൈനിൽ നമുക്ക് കാണാനായിട്ട് പറ്റും റിവിഷൻസ്, ലൈവ് സെക്ഷൻസ് എന്ന് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ ആ ഒരു ദിവസങ്ങളിലായിരിക്കും നമുക്ക് ലൈവ് റിവിഷൻ സെക്ഷൻസ് നടക്കുന്നുണ്ടായിരിക്കുക. ബ്ലോക്ക് വൈസ് ആയിട്ടാണ് നമുക്ക് ലൈവ് റിവിഷൻ സെക്ഷൻ നടക്കുന്നുണ്ടായിരിക്കുക. ആ ഒരു ബ്ലോക്കിൽ എത്ര യൂണിറ്റുകൾ വരുന്നുണ്ടോ ആ ഒരു യൂണിറ്റിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസുകളും എക്സാംസിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള ഏരിയാസുകളും നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടായിരിക്കും ലൈവ് നടക്കുന്നുണ്ടായിരിക്കുക. അതൊരു 1 hour സെക്ഷൻ ആയിരിക്കും, നൈറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. 7 to 9 ഉള്ളിൽ ഒരു 1 hour സെക്ഷൻ ആയിട്ടാണ് നിങ്ങൾക്ക് ലൈവ് ഉണ്ടായിരിക്കുക. സോ ഈ ഒരു കറക്റ്റ് ഡേറ്റിലായിരിക്കും നമുക്ക് ലൈവ് കാര്യങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് ടൈം ടേബിൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ ലൈവ് സെക്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത്. സോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സബ്ജക്ട് മാത്തമാറ്റിക്സ് മെത്തേഡ്സ് ഇൻ എക്കണോമിക്സ് പാർട്ട് 1 ആണ്. അത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്തമാറ്റിക്സ് മെത്തേഡ്സ് 1 എക്കണോമിക്സ് 2 എന്ന് പറയുന്ന അതിന്റെ തന്നെ സെക്കൻഡ് പാർട്ട് പേപ്പറാണ് നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ആ ഒരു 2 സബ്ജക്ട് നമ്മൾ കംപ്ലീറ്റ്ലി കഴിയുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ്. അതിനുശേഷം ജെൻഡർ സെൻസിറ്റൈസേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ഏരിയാസ് കാണാനായിട്ട് പറ്റും. അതായത് ഇവിടെ സെൽഫ് സ്റ്റഡീസ് അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ഏരിയാസ് കൊടുത്തിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നമുക്കിപ്പോ റിവിഷൻ ഒക്കെ 3 ദിവസങ്ങളിലൊക്കെ ഇവിടെ കാണാം. അതായത് ഇപ്പൊ 19 സെപ്റ്റംബറിൽ ഇവിടെയും റിവിഷൻ ടൈം അല്ലെങ്കിൽ സെക്ഷൻ സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നത് കേൾക്കാം. അതുപോലെ സെപ്റ്റംബർ 20 നമുക്ക് അത് കാണാൻ പറ്റും. ഓക്കെ, അത് മീൻ ചെയ്യുന്നത് വേറൊന്നുമല്ല. സോ നിങ്ങൾക്ക് ഇന്ന് തൊട്ടുള്ള ടൈം ടേബിൾ ഓൾറെഡി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ കറന്റ് പോയിക്കൊണ്ടിരിക്കും ഏതെങ്കിലും ഒരു ദിവസം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുവാണ്, നമ്മളിത് ഡെയിലി പഠിച്ചു പോകുന്നുണ്ട്. ഡെയിലി 2 ഈ ടൈം ടേബിൾ പ്രകാരം തന്നെ 2 വീഡിയോ വെച്ച് നമ്മൾ കറക്റ്റ് ആയിട്ട് കണ്ടുപോകുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇൻ കേസ് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കൊണ്ട് ഇപ്പൊ വരുന്ന വ്യാഴാഴ്ച നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വീഡിയോ കാണാൻ സാധിച്ചില്ല, അന്നത്തെ ദിവസം നമ്മുടെ സ്റ്റഡീസ് പെൻഡിങ് ആണ് എന്നുണ്ടെങ്കിൽ അത് കമ്മിങ് വരുന്ന സൺഡേസിൽ കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, നമ്മളിവിടെ സൺഡേസിൽ നിങ്ങൾക്ക് ടൈം ടേബിൾ ഇട്ടിട്ടില്ല. ഓക്കെ, ഈ ടൈം ടേബിൾ നമ്മൾ സൺഡേ ഒഴിവാക്കിയിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് പെൻഡിങ് വരുന്നത് നിങ്ങൾ എന്ത് ചെയ്യാം, സൺഡേ കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അതായത് വ്യാഴാഴ്ച നമുക്ക് പെൻഡിങ് വന്നു, വെള്ളിയാഴ്ച പഠിക്കാനുള്ളത് പഠിക്കാം, സാറ്റർഡേ പഠിക്കാനുള്ളത് പഠിക്കാം. ഈ ഒരു വ്യാഴാഴ്ച പെൻഡിങ് വന്നത് നമ്മൾ സൺഡേ കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി ഇൻ കേസ് നിങ്ങൾ എല്ലാം കവേർഡ് ആണ്, ഒരു വീക്കിൽ നമ്മൾ ഡെയിലി ഈ ഒരു കൊടുത്തിരിക്കുന്ന ടൈം ടേബിൾ പ്രകാരം തന്നെ എല്ലാ സബ്ജക്റ്റിന്റെയും വീഡിയോസ് നമ്മൾ ഡെയിലി കണ്ടുപോകുന്നുണ്ട്, അത് വളരെ കൃത്യമായിട്ട് നമ്മൾ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സൺഡേസിൽ നിങ്ങൾ ആ ഒരു വീക്കിൽ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം.
ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഒരു ടൈമിംഗ് അലോട്ട് ചെയ്തിട്ടുണ്ട്. മോർണിംഗ് 10:30, അതുപോലെ ഈവനിങ് ഒരു 7:30 PM എന്നുണ്ട് നമ്മൾ ടൈമിംഗ് അലോട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് എല്ലാവർക്കും അപ്ലിക്കബിൾ ആവുന്നില്ല. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കും, അതുപോലെ ഷിഫ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും. സോ നിങ്ങളുടെ ടൈം പ്രിഫറൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ എപ്പോഴാണോ അവൈലബിൾ ആവുന്നത് ആ ഒരു സമയത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോസ് കണ്ടുപോകാം. പക്ഷെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യാനായിട്ട് തന്നെ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈം ടേബിൾ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്തിരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ഈ ഒരു സെക്ഷന്റെ ലാസ്റ്റിൽ നമുക്ക് ആക്ഷൻ ടാസ്ക് ആണ്. നമുക്ക് ഓരോ സെക്ഷൻ കഴിയുന്നതനുസരിച്ച് നമുക്ക് ആക്ഷൻ ടാസ്കുകൾ ഉണ്ടായിരുന്നു. സോ ഈ ഒരു സെക്ഷന്റെ ആക്ഷൻ ടാസ്ക് എന്താന്നുള്ളതൊന്ന് ഞാൻ പറയാം. സോ നമ്മുടെ സെക്ഷൻ 04യുടെ സിലബസ് ഡീകോഡ് എന്ന് പറയുന്ന ഇന്നത്തെ സെക്ഷന്റെ ആക്ഷൻ ടാസ്ക് എന്ന് വെച്ചാൽ ഇത് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരും. സോ ഫസ്റ്റ് ആയിട്ട് നിങ്ങളുടെ പേര് കൊടുക്കുക, നിങ്ങളുടെ ഏത് കോഴ്സാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് എന്നുള്ളത് കൊടുക്കുക, നിങ്ങളുടെ അസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ മെന്റർ ആരാണ്, മെന്ററുടെ നെയിം അല്ലെങ്കിൽ LSC ആരാണ് അവരുടെ നെയിം ആയിട്ട് കൊടുക്കുക. സോ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പറഞ്ഞു 8 കോഴ്സസോളം ഉണ്ട് എന്നുള്ളത് പറഞ്ഞു അല്ലെ. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ വരുന്ന ഓരോ കോഴ്സസുകളെ നിങ്ങളൊന്ന് റാങ്കിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതായത് ആ കോഴ്സ് ടൈറ്റിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റൈറ്റ് ചെയ്തിട്ട് അതിനൊരു റാങ്ക് കൊടുക്കുക. നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കുമല്ലോ, അതിന് നിങ്ങൾ ഫസ്റ്റ് റാങ്ക് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ഓരോ സബ്ജക്റ്റിനും എന്ത് ചെയ്യാം, ഒരു റാങ്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, സൈക്കോളജിയുടെ സബ്ജക്റ്റുകൾക്കാണ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്. സോ ഇതേ ഒരു എക്സാമ്പിളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകൾ, നമ്മുടെ എക്കണോമിക്സിൽ വരുന്ന സബ്ജക്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇയറിന്റെ സബ്ജക്റ്റുകൾ നിങ്ങളൊന്ന് റാങ്ക് വൈസ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, നിങ്ങൾ ഫസ്റ്റ് റാങ്ക് ആയിട്ട് കൊടുത്തിട്ടുള്ള സബ്ജക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യാനുണ്ടായ കാരണം എന്താണ് എന്നുള്ളത് ഒന്ന് അവിടെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ഫസ്റ്റ് റാങ്ക് കൊടുത്തു, നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട കോഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് റീസൺ എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ ഒന്ന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ റാങ്ക് കൊടുത്തിട്ടുള്ള സബ്ജക്ട് ഏതാണ്, എന്തുകൊണ്ട് ആ ഒരു റാങ്ക് അതിന് വേണ്ടിയിട്ട് കൊടുത്തു എന്നുള്ളതും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇവിടെ നിങ്ങൾ ടിക്ക് ചെയ്യാനായിട്ടാണുള്ളത്. അതായത് ഈ ഒരു കോഴ്സ്, അതായത് നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരുന്നു നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ്. ഇപ്പോ ഇവിടെ ഐ ജസ്റ്റ് വാണ്ട് ടു കംപ്ലീറ്റ് മൈ ഡിഗ്രി ആൻഡ് PG ബൈ കവറിംഗ് ഓൾ കോഴ്സസ്. അതായത് എന്തിനാണ് ഈ കോഴ്സ് പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് വിഷയമാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്കിത് വായിച്ചിട്ട് നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഓപ്ഷൻസ് ആണെങ്കിൽ അതേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങളുടെ വീക്ക്ലി സ്റ്റഡി സ്ലോട്ട് എങ്ങനെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത്, നിങ്ങൾ മോർണിംഗ് ആണോ അല്ലെങ്കിൽ ഈവനിങ് ആണോ, എപ്പോഴാണ് നിങ്ങളുടെ എത്ര ഹവേഴ്സ്, അങ്ങനെയുള്ള നിങ്ങൾ വീക്ക്ലി സ്റ്റഡി സ്ലോട്ട് എന്ത് ചെയ്യാം, ഏതാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ടിക്ക് ചെയ്യാം. ഇനി ഇതിൽ കൊടുത്തിരിക്കുന്ന ഒന്നുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് അത് ടൈപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ഇപ്പോൾ എത്രമാത്രം ഉണ്ട്. അതായത് നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്കറിയാം ഒത്തിരി ഗ്യാപ്പ് ഉള്ളവരുണ്ട്, ഒത്തിരി ഗ്യാപ്പ് ഒരു 5 to 8 years അല്ലെങ്കിൽ 10 years ഗ്യാപ്പ് വന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ടൈമിലുള്ള നിങ്ങളുടെ കോൺഫിഡൻസും ആഫ്റ്റർ സെക്ഷൻ ഇപ്പോൾ നിങ്ങൾ മൈൻഡിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ഫീൽ ചെയ്യുന്നത്, നിങ്ങളുടെ ഈ ഒരു കോൺഫിഡൻസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് റാങ്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ സെക്ഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടായിട്ടുണ്ട്. സോ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ നമ്മുടെ സിലബസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എക്സാംസ് എങ്ങനെ വരുന്നു, അസൈൻമെന്റ്സ് എങ്ങനെ വരുന്നു, നമുക്ക് ലേൺ വൈസ് എന്തൊക്കെ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ലേൺ വൈസ് റെഡി ആയിട്ടുള്ളത്, പ്ലസ് നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു ആക്ഷൻ ടാസ്ക്. ഇത്രയും കാര്യങ്ങളായിരുന്നു ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ വൺസ് അഗൈൻ നമ്മുടെ ഈ ഒരു സെക്ഷനിൽ ജോയിൻ ചെയ്ത എല്ലാവരും ഞാൻ താങ്ക്സ് അറിയിക്കുകയാണ്. ആൻഡ് ഈ ഒരു സെക്ഷനിൽ നമ്മുടെ കൂടെയുള്ള എല്ലാ മാമുമാർക്കും ആൻഡ് വൺസ് അഗൈൻ ഞാൻ താങ്ക്സ് അറിയിക്കുന്നു. ആൻഡ് സോ താങ്ക് യു ഫോർ ജോയിനിങ്.